ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കേൾക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. കണ്ടീഷണൽ പ്രോബബിലിറ്റിക്ക് നമ്മളൊരു എ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ആണ് എടുക്കുന്നത്. ഇൻ എ സാമ്പിൾ സ്പേസ് എസ് where P of A is greater than 0, probability that an event B occurs subject to the condition that A has already occurred is called conditional probability of occurrence of the event B on the assumption that A has already occurred and it is denoted by P of B given A. ഇത്രയും നീട്ടിയിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും അല്ലേ. ഒന്നുമില്ല, എ എന്ന് പറഞ്ഞ ഇവൻറ്റ് ഒക്കർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ബി വരാനുള്ള ചാൻസ്. ഓക്കെ, എന്താണ് കണ്ടീഷൻ വെച്ചത്? എ എന്ന് പറഞ്ഞ ഇവൻറ്റ് ഓൾറെഡി ഒക്കർ ചെയ്തു, ദെൻ വാട്ട്സ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറിങ് ദ ചാൻസ് ഓഫ് ബി അല്ലേ. അതാണ് ചോദിക്കുന്നത്, അതാണ് ഇത്രയും നീട്ടി പറയുന്നത്. സംഭവം സിമ്പിളാണ്. പി ഓഫ് ബി ഗിവൺ എ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇതിന് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ പറഞ്ഞത് തന്നെയാണ്, അതൊന്നും മാറ്റി പറയും. നേരത്തെ നമ്മൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. ഇനി നമ്മൾ അത് തന്നെ ജസ്റ്റ് ഒന്നും കൂടെ ആ കണ്ടീഷൻ പ്രോബബിലിറ്റിക്ക് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് പറയുകയാണ്. ഓക്കെ, കണ്ടീഷൻ പ്രോബബിലിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഇവിടെ എ കാണുന്നുണ്ട്, ബി ഗിവൺ എയിൽ ലാസ്റ്റിൽ എ അല്ലേ കാണുന്നത്, അപ്പോൾ പി ഓഫ് എ. ഇതെന്താ സംഭവം? ഇതാണ് നമ്മുടെ ജോയിൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മാർജിനൽ പ്രോബബിലിറ്റി. ഇത് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂളില് ഇതെല്ലാം കണ്ടു പരിചയമുണ്ടാവും അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചത് നമ്മൾ എങ്ങനെയാ പഠിച്ചത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ രണ്ടെണ്ണം പഠിച്ചതിൽ നമ്മൾ പി ഓഫ് ബി ഗിവൺ എ അവിടെ വെച്ചിട്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിന്റെ അടുത്തേക്ക് പി ഓഫ് എനെ കൊണ്ടുവരുന്നു. അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പൊ ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലെ. അപ്പൊ ഒന്ന് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ വി യൂസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഒരു കാര്യം ഒക്കർ ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? എ എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ഉണ്ട്, അത് ഒക്കർ ചെയ്തു, എന്നിട്ട് ബി എന്ന് പറഞ്ഞ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ്. ഓൾറെഡി എ എന്ന് പറഞ്ഞത് ഒക്കർ ചെയ്തു, ബി ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പി ഓഫ് ബി ഗിവൺ എ. ഓക്കെ, ബി ഗിവൺ എ. ഈ ഡിവൈഡിന് നമ്മൾ എന്താ പറയാ? ഗിവൺ. ഓക്കെ, പി ഗിവൺ എ, ബി ഗിവൺ എ അങ്ങനെയാണ് പറയാ കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ. ഇനി തിരിച്ചിട്ട് പി ഓഫ് എ ഗിവൺ ബി ആയിരുന്നെങ്കിലോ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. ഓക്കെ, ആ ബൈ ബി കാണുന്നില്ലേ താഴെ? ആ ഗിവൺ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ വരേണ്ടത് കേട്ടോ. അത്ര ആലോചിച്ചാൽ മതി. ആ ഫോർമുല ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ജോയിന്റ് പ്രോബബിലിറ്റി ആയിട്ട് എ ഇന്റർസെക്ഷൻ ബി മുകളിൽ വരും, താഴെ മാർജിനൽ പ്രോബബിലിറ്റി ആയിട്ടുള്ള ഏതാണോ കണ്ടീഷൻ കൊടുക്കുന്നത്, നമ്മൾ ഗിവൺ കണ്ടീഷൻ ഏതാണോ കൊടുക്കുന്നത് അതാണ് താഴെ വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും പഠിച്ചു വെക്കാം. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പൊ ഒന്നുകൂടെ വായിക്കാം. ലെറ്റ് എ ബി എനി ഇവന്റ് ഇൻ എ സാമ്പിൾ സ്പേസ് എസ്, P of A greater than 0, the probability that an event B occurs subject to the condition that A has already occurred is called conditional probability of occurrence of the event B on the assumption that A has already occurred and it is denoted by P of B given A. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. A pair of dice is rolled. ഒരു രണ്ട് കട്ട റോൾ ചെയ്യുന്നുണ്ട്. If the sum of 9 has appeared, അത് രണ്ടും കൂടെ അതിൻ്റെ മുകളിൽ വരുന്ന നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് 9 കിട്ടുവാണെങ്കിൽ എന്നുള്ള അവർ തന്നു കേട്ടോ. ഗിവൺ കണ്ടീഷൻ ആണ്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് സം ഓഫ് 9 ഹാസ് appeared. ഓക്കെ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3. അപ്പം അതിൽ 9 കിട്ടി എന്നുള്ളത് ഉറപ്പ് വരുത്തി. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഡൈ, രണ്ട് കട്ടയാണല്ലോ ഇടുന്നത്, രണ്ട് ഡൈസ് ആണ് ഇടുന്നത്. അപ്പോൾ ആ രണ്ട് ഡൈസിൽ ഏതെങ്കിലും ഒന്നിൽ അല്ലെ 3 വന്നാൽ മതി. അങ്ങനെ വരാനുള്ള ചാൻസാണ് ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3? അപ്പോൾ രണ്ട് ക്യൂബ്സ് ആണ്,
ഇടുന്നത്, 2 ഡൈസ് ഇടുന്നുണ്ട്. ആ 2 ഡൈസിലും അപ്പോൾ എത്ര ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ് വരിക? അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് നിങ്ങൾക്കറിയാം, ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ് വരിക? യെസ്, 6 സ്ക്വയർ അല്ലേ, ദാറ്റ് ഈസ് 36. പിന്നെ ഇഫ് ദ സം ഓഫ് 9 ഹാസ് അപ്പിയർഡ്, അപ്പം 9 എന്നുള്ള സമ്മ് വന്നു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ സം ഇസ് 9 അല്ലെ. 2 ക്യൂബ്സ് എറിഞ്ഞിട്ടുണ്ട്. ആ 2 ക്യൂബ്സിന്റെ മുകളിലുള്ള നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 9 ആണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഇസ് ഗിവൺ. ഓക്കെ, അപ്പം നമ്മുടെ കണ്ടീഷൻ ഇതാണ്, സം ഇസ് 9 ആണെന്ന് പറഞ്ഞു അല്ലെ. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3? അപ്പോൾ ഒരു 3 എന്ന് പറയുന്ന ഡൈസിന്റെ മുകളിൽ വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഡൈസിന്റെ മുകളിൽ 3 കിട്ടാനുള്ള ചാൻസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് ബോത്ത് അല്ലെ, അതായത് ഷോസ് ഡൈസ് 3 ആൻഡ് സം ഇസ് 9 ബൈ പ്രോബിലിറ്റി ഓഫ് സം ഇസ് 9. അപ്പൊ 3 കാണിക്കുകയും ചെയ്യാം, സമ്മ് 9 ആവുകയും ചെയ്യാം. അപ്പൊ അവിടെ ഏതാ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഞാൻ ഇതൊന്ന് എഴുതുന്നുണ്ട്, മാറ്റി എഴുതുന്നുണ്ട്. അതായത് സമ്മ് 9 കാണാനുള്ള ചാൻസ്, സമ്മ് 9 ആവാനുള്ള ചാൻസ് ഏതൊക്കെയാണ്? സമ്മ് 9 ആവാനുള്ള ചാൻസ് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. സമ്മ് 9 ആവണമെങ്കിൽ ഒന്നുകിൽ 2 ഡൈസിന്റെ മുകളിൽ ഒന്ന് 5 ആവണം, 4 ആവണം അല്ലെ. രണ്ടാമത്തത് 4 ആകണം, 5 ആവണം. പിന്നെ 6 ആവണം, 3 ആവണം. 6 + 3 9, 3 + 6 9 അല്ലെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 4 ഇല്ല, 8 ആണ് ഒന്നുള്ളൂ. ഇല്ല, ഒന്നുമില്ല, മാക്സിമം ഇത്രയേ ഉള്ളൂ. അപ്പൊ സമ്മ് 9 ആവാനുള്ള ചാൻസ് ഇത്രയേ ഉള്ളൂ. സമ്മ് 9 ആവുന്നത് എത്ര ടോട്ടൽ ചാൻസിലാണ് വരുന്നത്? ടോട്ടൽ ചാൻസസ് അവിടെ എത്രയാണ് വരുന്നത്? 36 അല്ലെ. അപ്പൊ 4 ഔട്ട് ഓഫ് 36 ആണ്. അപ്പൊ ഇത് നമ്മുടെ ഫേവറബിൾ കണ്ടീഷൻ ആണ്. ഇനി നമ്മുടെ ടോട്ടൽ കേസ് എത്രയാണ്? ടോട്ടൽ എന്ന് പറയുന്നത് 36 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഫേവറബിൾ കേസ് ആണ് അല്ലെ. ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഉണ്ട്? 4/36. ഓക്കെ, 4/36. ഇനി നമുക്ക് പറയാം. അപ്പൊ സമ്മ് കിട്ടാനുള്ള ചാൻസ് ഞാൻ പറഞ്ഞു. ഇനി സം പ്രോബിലിറ്റി ഓഫ് ഡൈസ്, ഒരു ഡൈസിന്റെ മുകളിൽ 3 ആവാനും മറ്റേത് രണ്ടിലും കൂടെ അല്ലെ, സം ഇസ് 9, സം 9 ആവാനുള്ള ചാൻസ്. അപ്പൊ ഒരു ഡൈന്റെ മുകളിൽ 3 വരികയും ആ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9 ആവുന്ന ചാൻസസ് ഏതൊക്കെയുള്ളൂ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നിത് അല്ലെ, ഒന്നിത്. ഇതിൽ കൂടുതൽ ചാൻസസ് ഉണ്ടോ? ഇല്ല. ഇത് രണ്ടും കൂട്ടിയ 9 ആണ്, പക്ഷെ ഇതിനകത്ത് 3 വരുന്നില്ല അല്ലെ. ഏതെങ്കിലും ഒരു ഡൈന്റെ മുകളിൽ 3 വരണം. അപ്പൊ പിന്നെ ഇതിൽ ആകെ ഈ 2 ചാൻസസേ ഉള്ളൂ അല്ലെ. 2 ഔട്ട് ഓഫ് 36 അല്ലെ. മൊത്തം ചാൻസസ് എന്ന് പറയുന്നത് 36. അതിൽ സമ്മ് 9 ഉം 3 ഏതെങ്കിലും ഒന്നിന് മുകളിൽ വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3. വൺ ഓഫ് ദ ഡൈസ്, എനി വൺ ഓഫ് ദ ഡൈസ് അല്ലെ. വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3. അതിൽ ഏതെങ്കിലും ഒന്ന് 3 കാണിക്കുന്നത് ഏതേ ഉള്ളൂ? ഇത് 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ 2 ഔട്ട് ഓഫ് 36. അപ്പൊ നമുക്കിനി ഇതിൽ കൊടുത്തൂടെ? അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ കണ്ടീഷൻ ഒക്കെ ഞാൻ അവിടെ സാറ്റിസ്ഫൈ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിൽ വാല്യൂ നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 2 ഔട്ട് ഓഫ് 36 ബൈ 4 ഔട്ട് ഓഫ് 36. 36 36 cancel ആയി, 2/4 ആയി. ദാറ്റ് ഈസ് 1/2. ഓക്കെ, ക്ലിയർ ആയോ? ഡൈസ്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് നമ്മളെ കണ്ടീഷൻ എന്തായിരുന്നു തന്നത്? സമ്മ് 9 ആണ് എന്നുള്ളത് തന്നു കഴിഞ്ഞു. ഇറ്റ്സ് ഗിവൺ ദാറ്റ് സം ഇസ് 9. അപ്പൊ സമ്മ് 9 ആണ് എന്നുള്ളത് നമ്മളവിടെ ഗിവൺ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ എഴുതി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3? ഈ 3 എന്നുള്ളത് കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3 കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ വി റൈറ്റ് പി ഓഫ് one of the dice shows 3 given that sum is 9. ഇനി നമുക്ക് അതിനെ നമ്മുടെ ഫോമാറ്റിലേക്ക് മാറ്റണം. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? പി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അപ്പൊ ബി ഓഫ് ബി എന്താ ഇവിടെ? പ്രോബിലിറ്റി ദാറ്റ് സം ഇസ് 9 അതവിടെ എഴുതി വെച്ച്. പിന്നെ മോളില് പ്രോബിലിറ്റി ഓഫ് വൺ ഓഫ് ദ ഡൈസ്, അതും ഇന്റർസെക്ഷൻ ആണ്, രണ്ടും കൂടെ പറയുന്നത്. പി ഓഫ് ദ probability of one of the dice shows 3 and intersection അല്ലെ sum is 9. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് വരണം. സം 9 ആവുകയും 3 വരും, അതിൽ ഏതെങ്കിലും ഒരു ഡൈസ് 3 ആവുകയും ചെയ്യും.
ഓക്കെ, അപ്പോൾ അതവിടെ എഴുതി. ഇനി ഞാൻ അത് രണ്ടും വേറെ വേറെ തന്നെ കാണുകയാണ്, കാരണം എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ സമ്മ് 9 ആവുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാ നോക്കാം. അപ്പോൾ നമുക്ക് 2 ഡൈസ് ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 1 1 2 1 3 1 4 എക്സെട്ര അങ്ങനെ 6 6 വരെയാണ് വരുന്ന ഓപ്ഷൻസ് അല്ലേ. അപ്പോൾ അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഡൈസിന്റെ മുകളിലുള്ള നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 9 ആവുന്നത് ആകെ ഇതേ ഉള്ളൂ, 5 4 4 5 6 3 3 6. അപ്പോൾ അത് എത്രയിലാ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 36 നമ്പേഴ്സ്. അപ്പോൾ 4/36. ഇനി സം ഓഫ് വൺ ഓഫ് ദ ഡൈസ് ഷോസ് 3 ആൻഡ് സം ഇസ് 9. അപ്പോൾ സമ്മ് 9 ആവുകയും വേണം, അതിലുള്ള ഏതെങ്കിലും ഒന്ന് 3 ആവുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ അല്ലേ. ഈ ഒരെണ്ണം അതുപോലെ തന്നെ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് 3 ഇല്ല. അപ്പം നമുക്ക് 2 ആണ് നമ്മുടെ ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയാം. ടോട്ടൽ നമ്പർ ഓഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 എണ്ണം ഉണ്ട്, 2/36. അപ്പോൾ നമ്മൾ ആ ഫോമുലയിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫോമുലയിൽ ഫസ്റ്റത്തെ ഫോമുലയിൽ പറഞ്ഞാൽ 2/36/4/36. ദാറ്റ് ഈസ് 36 ക്യാൻസൽ ആകും അല്ലേ. 36 ക്യാൻസൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2/4 ആവും. 2/4ൽ 2 1 ടൈമും 4 2 ടൈംസ്, ദാറ്റ് ഈസ് 1/2. അപ്പം ഇത് മനസ്സിലായെന്ന് ചോദിക്കുന്നു. നമ്മളിനി നെക്സ്റ്റ് സെക്ഷനിലേക്ക്, അതായത് നെക്സ്റ്റ് ടോട്ടൽ പ്രോബിലിറ്റി അതെന്താണെന്നുള്ളത് നോക്കാം. ഞങ്ങളുടെ ഫോമുല P(b) ഇൻറ്റു സിഗ്മയുടെ ടോട്ടൽ പ്രോബിലിറ്റി നമുക്ക് അധികം വരാറില്ല, എന്നാലും നമ്മളൊന്ന് പഠിച്ചു വെക്കണം. കാരണം ഇതിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഒരെണ്ണം മാത്രം ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണ്ട, ഇൻ കേസ് വരുവാണെങ്കിൽ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ടൈം കിട്ടുവാണെങ്കിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റീൻ്റെ ഫോമുല ഇതാണ്. സിഗ്മ P(a) ഈസ് ഈക്വൽ ടു ഒരു ഇവൻറ്റ് എ ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ് ഇഫ് B1 B2 B3 എക്സെട്ര അങ്ങനത്തെ കുറേ പാർട്ടീഷൻസ് ഉണ്ടാവുന്ന ചാൻസിൽ സിഗ്മ I ഇൻറ്റു P(bi) ഇൻറ്റു P(a) ഗിവൺ bi. ഇതാണ് ജനറൽ ഫോമുല. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. ബിയും ബി കോംപ്ലിമെൻറ്റും, ബിയിലുള്ളതും ബിയിലില്ലാത്തതുമാണ് നമ്മുടെ കണ്ടീഷൻ. ഒരു സാമ്പിൾ സ്പേസിനെ നമ്മൾ രണ്ടാക്കി ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ഫോർ ആൻ ഇവൻറ്റ് എ ടു ഹാപ്പൺ, അതെങ്ങനെ എഴുതുന്നത് വെച്ചാൽ P(a) is equal to P(a) intersection B or P(a) intersection B complement. അതായത് ഇതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് P(b) ഇൻറ്റു P(a) given B പ്ലസ് P(b) കോംപ്ലിമെൻറ്റ് ഇൻറ്റു P(a) given B കോംപ്ലിമെൻറ്റ്. ഇതാണ് നമ്മുടെ ഫോമുല. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഫോമുലയായിട്ട് പഠിക്കുമ്പോൾ അത്ര ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, കണ്ടെയ്ൻസ് 2 സിൽവർ കോയിൻസ് ആൻഡ് 4 കോപ്പർ കോയിൻസ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ, രണ്ടാമത്തെ പേഴ്സൺ എന്താ ഉള്ളത്? 4 സിൽവർ കോയിൻസും 3 കോപ്പർ കോയിൻസും ഉണ്ട്. ഇഫ് എ കോയിൻ ഇസ് സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം വൺ ഓഫ് ദ പേഴ്സ്, ഏതെങ്കിലും ഒരു പേഴ്സിൽ നിന്നും ഒരു കോയിൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ സിൽവർ കോയിൻ? അപ്പോൾ ഇങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടോട്ടൽ പ്രോബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഫോമുലയിലേക്ക് പോകുന്നത്. നമ്മൾ ആ ഒരു ഫോമുല എന്നുള്ള രീതിയിൽ നമ്മൾ ടെക്സ്റ്റിലൊന്നും കാണൂല, പക്ഷെ നമ്മളത് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു തവണ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യിക്കുന്നത്. അപ്പം ഞാനിത് എന്നൊരു മാർക്ക് ചെയ്യാൻ വിചാരിച്ചത് B1 ഇസ് ഈക്വൽ ടു, അപ്പം ഞാനൊരു കാര്യം ചെയ്യാണ്, ഈ B1 ഉം B2 ആക്കിയിട്ട് തന്നെ മാർക്ക് ചെയ്യാമെന്ന് വെച്ചു. അതായത് B1 എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ എടുക്കുന്നത്, ഓക്കെ, B2 എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് പേഴ്സൺ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പേഴ്സൺ എടുക്കാനുള്ള ചാൻസ്, ഫസ്റ്റ് പേഴ്സൺ എടുക്കാനുള്ള ചാൻസ്, അതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പേഴ്സണിൽ നിന്ന് കിട്ടാൻ ചാൻസ് 2 പേഴ്സൺസേ ആകുള്ളൂ, അതിൽ നിന്നും 1 ഫേവറബിൾ കണ്ടീഷൻ 1. നെക്സ്റ്റ് B2-ൽ നിന്നും രണ്ടാമത്തെ പേഴ്സണിൽ നിന്നും കിട്ടാനുള്ള ചാൻസ്, ആകെ 2 പേഴ്സൺസേ ഉള്ളൂ, അതിൽ രണ്ടാമത്തെ പേഴ്സൺ കിട്ടാനുള്ള ചാൻസ് 1, ദാറ്റ് ഈസ് 1/2. ഓക്കെ, ഇനി സിൽവർ കോയിൻസ് നമുക്ക് ഫസ്റ്റ് പേഴ്സണിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സണിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ്. അതെങ്ങനെ? ഫസ്റ്റ് പേഴ്സണിൽ നിന്നും കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഗിവൺ ആയി. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. എ എന്ന് പറയുന്നത് നമുക്ക് സിൽവർ കോയിൻസ് കിട്ടാനുള്ള ചാൻസ് ആക്കി എടുക്കാം. സിൽവർ കോയിൻസ് കിട്ടാനുള്ള ചാൻസ് ആക്കി എടുക്കുകയാണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സിൽവർ കോയിൻസ് നമ്മൾ എ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് getting A given B 1. Okay, probability of getting silver coins from the first purse, ആദ്യത്തെ പേഴ്സിൽ നിന്നും സിൽവർ കോയിൻ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ആദ്യത്തെ പേഴ്സ് എന്നുള്ളതാണ് B1. ഓക്കെ, ആദ്യത്തെ പേഴ്സിൽ നിന്നും സിൽവർ കോയിൻസ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 2.
ഔട്ട് ഓഫ് 2 ഔട്ട് ഓഫ് 6 അല്ലേ. ഫസ്റ്റിൽ ഒട്ടാകെ എത്ര എണ്ണാണുള്ളത്? മൊത്തം 6 ഉണ്ട്. 2 സിൽവർ കോയിൻസ് ഉണ്ട്, 4 കോപ്പർ കോയിൻസ് ഉണ്ട്. 2 + 4 6. അതിൽ നിന്നും 2 സിൽവർ കോയിൻസ് ഇട്ടാനുള്ള ചാൻസ് 2/6. അടുത്തത് നെക്സ്റ്റ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സെക്കൻഡ് പേഴ്സിൽ നിന്നും എനിക്ക് സിൽവർ കോയിൻ കിട്ടാനുള്ള ചാൻസ്. സെക്കൻഡ് പേഴ്സിൽ നിന്നും സിൽവർ കോയിൻ കിട്ടാനുള്ള ചാൻസ്. അവിടെ സിൽവർ കോയിൻസ് 4 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര കോയിൻസ് ഉണ്ട്? 7 എണ്ണം ഉണ്ട് അല്ലെ. 4 + 3 7. ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 7 അല്ലെ. 4 ഡിവൈഡഡ് ബൈ 7. അപ്പൊ ഗിവൺ സെക്കൻഡ് പേഴ്സിൽ നിന്നും സിൽവർ കോയിൻസ് കിട്ടാനുള്ള ചാൻസ് 4/7. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ടോട്ടൽ പ്രോബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് കിട്ടേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സിൽവർ കോയിൻ ഫ്രം എനി ഓഫ് ദ പേഴ്സ് അല്ലെ. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സിൽവർ കോയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 കേസസ് അറൈസ് ചെയ്യും. എന്തൊക്കെയാണ് 2 കേസസ് അറൈസ് ചെയ്യുന്നത്? ഒന്ന്, ആദ്യത്തിൽ നിന്നും ആകാം, ആദ്യത്തെ പേഴ്സിൽ നിന്നും സിൽവർ കോയിൻസ് കിട്ടാനുള്ള ചാൻസ്, പ്ലസ് അല്ലെങ്കിൽ പ്ലസ് എന്ന് പറയുന്നത് എന്താ? അല്ലെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പൊ സിൽവർ കോയിൻസ് കിട്ടാനുള്ള ചാൻസ് എന്ന് മാത്രമേ ഉള്ളൂ ഈ പി ഓഫ് എനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ സിൽവർ കോയിൻസ് കിട്ടാനുള്ള ചാൻസ് ഏതിൽ നിന്നൊക്കെ ഉണ്ട്? 2 പേഴ്സിൽ നിന്നുണ്ട്, 2 പേഴ്സിൽ നിന്നും എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഐദർ ഇൻ ഫസ്റ്റ് വൺ ഓർ ഇൻ സെക്കൻഡ് വൺ. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1. പി ഓഫ് B1 പറഞ്ഞാൽ എന്താ? പേഴ്സ് ഏത് ഫസ്റ്റ് പേഴ്സ് ആവാനുള്ള ചാൻസും അതിൽ നിന്നും സിൽവർ കിട്ടാനുള്ള ചാൻസും. ഓക്കെ, ദാറ്റ് ഈസ് പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1 പ്ലസ്, ഇനി അല്ലെങ്കിൽ അതാണ് പ്ലസ് ഓർ. ഓക്കെ, നമുക്ക് എന്താ പറയാം? പി ഓഫ് B2 രണ്ടാമത്തെ പേഴ്സ് ആവാനുള്ള ചാൻസ്, പിന്നെ ആ പേഴ്സിൽ നിന്നും പ്രോബിലിറ്റി ഓഫ് സെക്കൻഡ് പേഴ്സിൽ നിന്നും സിൽവർ കോയിൻസ് കിട്ടാനുള്ള ചാൻസ്. അതായത് ഇതിൽ നിന്ന് അല്ല എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല അല്ലെ. പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് പറഞ്ഞാൽ എന്താ? ബി ഫസ്റ്റത്തെ പേഴ്സിലല്ല, അപ്പൊ സെക്കൻഡ് പേഴ്സിലാണ് എന്നാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെ. ഇൻറ്റു പി ഓഫ് എ ഗിവൺ B2, അതായത് ആ രണ്ടാമത്തെ പേഴ്സിൽ നിന്നും സിൽവർ കോയിൻസ് കിട്ടാനുള്ള ചാൻസ്. മറ്റേ ഫോർമുല വൈസ് പറയുമ്പോൾ പി ഓഫ് ബി കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി കോംപ്ലിമെന്റ്. ഈ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ? ബിയിലല്ലാത്തത്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് പേഴ്സിലല്ലാത്തത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പേഴ്സിൽ. ഇനി ഒരു മൂന്നാമത്തെ പേഴ്സ് ഉണ്ടെങ്കിലോ അപ്പോഴും നമ്മൾ പ്ലസ് 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 ഇട്ടിട്ട് ആഡ് ചെയ്ത് പോവാം. പ്ലസ് പി ഓഫ് B3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B3. ഇനി നാലാമത്തെ ഒരു പേഴ്സ് ഉണ്ടെങ്കിലോ അതും അങ്ങനെ തന്നെ എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ടോട്ടൽ പ്രോബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ഇനി നമുക്ക് പി ഓഫ് B1 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1 എന്ന് പറഞ്ഞാലോ ദാറ്റ് ഈസ് 2/6. അത് 1/3 എന്ന് ആക്കാം കേട്ടോ. പി ഓഫ് B2 ദാറ്റ് ഈസ് 1/2. പി ഓഫ് എ ഗിവൺ B2 ഇസ് 4/7. ഇനി ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നതും? ഈ ഡോട്ട് ഇടുന്നതൊക്കെ എന്താണ്? ഇൻറ്റു ആണ് അല്ലേ. പ്ലസ് ബോഡ്മാസ് റൂൾ പ്രകാരം ഇൻറ്റു ചെയ്തിട്ടേ പ്ലസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ 2/6 പ്ലസ് 1/2 ചെയ്യരുത്. ആദ്യം നമ്മൾ ഈ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക, ഇവിടെ രണ്ടും ഇൻറ്റു ചെയ്യുക, എന്നിട്ട് കിട്ടിയ ആൻസർ തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം പലരും ഇപ്പോഴും അങ്ങനെ പല പല തെറ്റുകളും വരുത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത് കേട്ടോ. അപ്പം 1/2 ഇൻറ്റു 1 ഇത് കട്ട് ചെയ്യാം കേട്ടോ. 1/3 എന്നാക്കുന്നുണ്ട്. അപ്പോൾ 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 3 6 പ്ലസ് ഇവിടെ 1 ഇൻറ്റു 4 അവിടെയും കട്ട് ചെയ്യാലോ. 2 1s 2 2s. ഓക്കെ, 1 ഇൻറ്റു 2 2 ബൈ 1 ഇൻറ്റു 7 7. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ക്രോസ് ചെയ്താൽ മതി. 1 ഇൻറ്റു 7 7 പ്ലസ് 6 ഇൻറ്റു 2 12 ബൈ 6 ഇൻറ്റു 7 42. ദാറ്റ് ഈസ് 19/42. അപ്പോൾ 42ൽ 19 ചാൻസും എന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്? സിൽവർ കോയിൻ കിട്ടാനുള്ള. 2 ബാഗുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 42 ചാൻസസിൽ 19 ചാൻസസും അല്ലെ. ടോട്ടൽ പ്രോബിലിറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കണക്കാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ പ്രോബിലിറ്റി. അപ്പോൾ ഇനി